ഹായ്, പുതിയൊരു യാത്രയായാലോ? 700 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു പള്ളി ഇന്നും അതിൻ്റെ ചുമരുകൾ സംസാരിക്കുന്നതായി തോന്നുന്നു. സ്വീഡന്റെ നിശബ്ദമായ ഗ്രാമപ്രദേശങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം. ഹാക്കർബെറിയെ ചർച്ച് ഷോപ്പിങ്ങിനടുത്താണ്. ഇവിടെ വെറും ചരിത്രമല്ല ഉള്ളത്, മനുഷ്യന്റെ പാപങ്ങളും വിശ്വാസങ്ങളും ഭയവും കലയും എല്ലാം ചിത്രങ്ങളായി ചുമരുകളിൽ ജീവിച്ചിരിക്കുന്നു. 2 ആഴ്ച മുൻപുള്ള ഒരു വീക്കെൻഡിൽ ഞങ്ങൾ അവിടെ പോയി. ഒരു പള്ളി എന്നതിലുപരി സമയം മരവിച്ചു പോയ, നമ്മൾ ഹിസ്റ്ററി ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ള മിഡീവൽ യൂറോപ്പ് പോലെ തോന്നി. ആദ്യമായി ഈ പള്ളി കണ്ടപ്പോൾ ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെട്ടു. 1280 മുതൽ 1310 കാലഘട്ടത്തിനിടയിൽ നിർമ്മിക്കപ്പെട്ട ഒരു പള്ളി. സ്വീഡനിലെ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ട ആദ്യകാല ഗോത്തിക് വില്ലേജ് പള്ളികളിൽ ഒന്നാണിത്. ഇവിടത്തെ ഓരോ കല്ലിനും ഓരോ കഥയുണ്ട്. ഗ്രാനൈറ്റ് കല്ലുകളും ഇഷ്ടികകളും ചേർത്ത് നിർമ്മിച്ച ഈ ചർച്ച് അന്നത്തെ നോർത്തേൺ യൂറോപ്പ് ഗ്രാമീണ ശില്പകലയുടെ മികച്ച ഉദാഹരണമായി തോന്നി. ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താണെന്നറിയാമോ? 700 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ പള്ളിയുടെ അടിസ്ഥാന രൂപത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിലല്ല, മധ്യകാല യൂറോപ്പിലാണ് എന്നൊരു ഫീലിംഗ് വരും. ആദ്യകാലത്ത് ഈ പള്ളിയുടെ മേൽക്കൂര മരം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. പക്ഷേ 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലായി ഇത് ബ്രിക്ക് വോൾട്ടിംഗ് ആക്കി മാറ്റി. ഇന്ന് കാണുന്ന ഈ അതിമനോഹരമായ സ്റ്റെല്ലാർ വോൾട്സ് വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. വോൾസും റൂഫും ഒക്കെ നോക്കുമ്പോൾ ഇത് ഒരു ആരാധനാലയമല്ല, മറിച്ച് വളരെ വലിയൊരു കലാസൃഷ്ടിയായി നമുക്ക് തോന്നും. ഈ ചർച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വാൾ പെയിൻറ്റിങ്സ് ആണ്. 1400കളിൽ പ്രശസ്ത ചിത്രകാരനായ ആൽബർട്ടസ് പിക്ടർ വരച്ച ചിത്രങ്ങൾ ഇന്നും ഇവിടെ കാണാം. ചുമരുകളിലും മേൽക്കൂരയുമെല്ലാം ബൈബിളിലെ കഥകളിലെ ആസ്പദമാക്കിയുള്ള ചിത്രങ്ങളാണ് കൂടുതലുള്ളത്. ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിത സംഭവങ്ങൾ, സാംസങ്ങിൻ്റെ കഥ, എലീജ തുടങ്ങിയ പല ദൃശ്യങ്ങളും ഇവിടെ കാണാം. പക്ഷേ ഇത് മതചിത്രങ്ങൾ മാത്രമല്ല കേട്ടോ. ഒരു കാലത്തെ മനുഷ്യന്റെ ജീവിതവും ചിന്തകളും സിംബോളിക്കലി ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു. മ്യൂസീഷ്യൻസ്, ഡാൻസിങ് വിമൻ, സ്ട്രേഞ്ച് ഫിഗേഴ്സ്, പിന്നെ വിച്ചസ് പോലുള്ള ചിത്രങ്ങൾ ഇവിടെ കാണാം. സത്യത്തിൽ ഓരോ ചുമരും ഓരോ കഥ പറയുന്ന പോലെ തോന്നും. ചർച്ചിനുള്ളിലെ പഴയ മരക്കസാരകളും മറ്റു വസ്തുക്കളും ഇന്നും ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ ചില പഴയ ഭാഗങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 1791 നിർമ്മിച്ച പൾപിറ്റും വളരെയധികം മനോഹരമാണ്. പള്ളിക്കുള്ളിൽ മുഴുവനും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഒരിക്കൽ ഇവിടെ ഉണ്ടായിരുന്ന വലിയ അൽത്താർ ഡെക്കറേഷൻ പിന്നീട് സ്റ്റോക്ക്ഹോമിലെ മ്യൂസിയം ഓഫ് നാഷണൽ ആന്റിക്വിറ്റിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. കാലക്രമേണ ഓക്സിഡേഷൻ മൂലം പല ചിത്രങ്ങളുടെയും നിറങ്ങൾ അല്പം മങ്ങിയെങ്കിലും അതിൻ്റെ ആത്മാവ് ഇന്നും ജീവനോടെ തന്നെ നിലനിൽക്കുന്നു. സൂര്യപ്രകാശം ജനലുകളിലൂടെ അകത്ത് വീഴുമ്പോൾ ഈ ചിത്രങ്ങൾ വീണ്ടും ജീവിക്കുന്നത് പോലെ തോന്നി. ഇവിടെ കുറച്ച് സമയം നിശബ്ദമായി ചെലവഴിച്ചാൽ മനസ്സിനൊരു പ്രത്യേക കാംനെസ് ഫീൽ ചെയ്യും. ചില യാത്രകൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഒരു കാലഘട്ടത്തെ അനുഭവിക്കാൻ വേണ്ടിയാണ്. ഹാക്കർബെറിയെ ചർച്ച് അത്തരത്തിലൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്കും സമ്മാനിച്ചത്. സ്വീഡനിലെ നേച്ചറിനും ഹിസ്റ്ററിക്കും ഇടയിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും. നിങ്ങൾ ഒരിക്കൽ സ്വീഡൻ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പഴയ ചർച്ചസ് കണ്ടിരിക്കണം കേട്ടോ. ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ പലപ്പോഴും നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ പോലും മറക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മളെക്കുറിച്ച് നേരത്തേക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പഠിപ്പിക്കും. നിശബ്ദതയും ഹിസ്റ്ററിയും നേച്ചറും ഒരുമിച്ചുള്ള ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഈ വീഡിയോയിലൂടെ ആ ഫീൽ കുറച്ചെങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. 700 വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ പ്രാർത്ഥിച്ച ഒരു സ്ഥലത്ത് നിൽക്കുക, അവർ കണ്ട അതേ ചിത്രങ്ങൾ ഇന്ന് നമ്മളും കാണുക, അത് ശരിക്കും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ അടുത്തൊരു മനോഹരമായ യാത്രയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഏതോ